ഈ 21st സെഞ്ചുറിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞ സക്സസ് എന്താണ്? ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ ഒരു സക്സസ്ഫുൾ ലൈഫ് അച്ചീവ് ചെയ്യാൻ എളുപ്പം? നമ്മൾ സക്സസ് എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യരുടെ മനസ്സിലും ഉണ്ടാകുന്ന സക്സസ് വ്യത്യാസമുണ്ട്. ആ പീസിൽ എത്താൻ വേണ്ടിയിട്ട് പീസ് ആകുന്ന ആരാണ്? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? പെണ്ണുങ്ങളെ അടക്കി ഒതുക്കി ഇരുത്തുന്നു, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. കുട്ടികൾക്കാണെങ്കിൽ അത് മാത്രം പോരാ, കരിയർ മെയിൻറ്റെയിൻ ചെയ്യണം, കുഞ്ഞുങ്ങളെ പ്രസവിക്കണം, അവരെ വളർത്തണം. അവർക്ക് സമൂഹം അതൊന്നുമില്ല, അവർക്ക് അവരുടെ ഫിസിക്കൽ കാര്യം നടക്കണം. ഇതിനെ നമ്മൾ കൾച്ചേർഡ് ആക്കി ഒരു ഭാര്യ ഒരു രീതിയിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ സൈക്കിളുകളായി വർഷാവർഷം അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നത്. 50,000 ഉള്ള പെൺകൊച്ചിനെ കല്യാണാലോചിക്കും കിട്ടണമെങ്കിൽ അവന് 10-20 ലക്ഷം വേണമെന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അവൻ എന്തോരം പണ്ടാറടങ്ങി പണി എടുത്ത ഇച്ചിരിയെങ്കിലും ആവറേജ് ഉള്ള ഒരു പെൺകുട്ടിയെ കിട്ടും. പുതിയ പിള്ളേരെ കിട്ടാൻ അങ്ങനല്ല, നല്ല പെണ്ണുങ്ങളെ കിട്ടാൻ. ആണുങ്ങൾക്ക് വരുന്ന സമാധാനം വരുന്നത് വെറുതെ വരൂല. പറഞ്ഞ സൈക്യാട്രിസ്റ്റുകളെല്ലാം ആണുങ്ങൾ, ഇതിന് ഫണ്ട് ചെയ്യുന്നതെല്ലാം ആണുങ്ങൾ, ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെല്ലാം ആണുങ്ങൾ. സക്സസ്ഫുൾ ആയിരിക്കാൻ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ ഒരു സക്സസ്ഫുൾ ലൈഫ് അച്ചീവ് ചെയ്യാൻ എളുപ്പം വെച്ചോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആൺകുട്ടിക്കാണ് കൂടുതലും പറ്റുന്നത്. ഓക്കെ, എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കുറെ ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, എന്ത് ലിമിറ്റേഷൻ? അവർക്ക് രാത്രിയിലല്ലേ സന്ധ്യക്ക് ഇത്രയൊക്കെ പോകാൻ പറ്റത്തില്ല. അവർ എവിടെയെങ്കിലും പോയെങ്കിൽ അത് പേരൻസിന്റെ പെർമിഷൻ വേണം. എവിടെ പോയിട്ട് വന്നാലും നിങ്ങൾ എവിടെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ അവർക്ക് അവരുടേതായ ഒന്നും തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ഒരു നല്ല ഏജ് വരും. പക്ഷെ ആൺപിള്ളേർക്ക് അങ്ങനെയില്ല. ആൺപിള്ളേർക്ക് കുറെ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റും. ഏത് കോളേജിൽ പഠിക്കുന്നത് എന്ത് വേണേലും തെരഞ്ഞെടുക്കാനുള്ള അഭിപ്രായം പെണ്ണുങ്ങൾക്കില്ല. അവർക്കൊരു നല്ല പഠിക്കുന്ന സമയത്ത് ഒരു പാഷൻ ഉണ്ട്, ഞാൻ ഈ ബിസിനസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. എന്റെ ഡൗട്ട്, സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചു എന്നുണ്ടോ, ഏത് സ്ഥാപനത്തിൽ പഠിച്ചു എന്നുണ്ടോ? അല്ല, ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇറങ്ങിയ ആൾക്കാര് ഇവിടെ ചൊറിയും കുത്തിരിപ്പുണ്ട്. അല്ല, അവർക്ക് ഞാൻ പറഞ്ഞ ബിസിനസ് കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ആദ്യം സ്വയം പര്യാപ്തനാകുകയാണ്. തെരഞ്ഞെടുക്കുന്നതും കോളേജ് എടുക്കുന്നതും എല്ലാം. പെൺകുട്ടി എപ്പോഴും ഡിപ്പെൻഡന്റ് ആണ്. അവരുടെ പേരൻസ് അല്ലെ അവരുടെ വീട്ടുകാർ പറയുന്ന അനുസരിച്ചാണ് അവർ വളർന്ന് മുന്നോട്ട് പോകുന്നത്. കാഴ്ചപ്പാടിൽ എഗ്രി ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മളിപ്പോ കൊച്ചിയോ തിരുവനന്തപുരം പോലെ നമ്മുടെ കേരളത്തിലെ തന്നെ സിറ്റികളിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ വൈകിട്ടൊന്ന് വെളിയിൽ ഇറങ്ങി നോക്കി, നൈറ്റ് ലൈഫ് എല്ലാരും അതിനാണ് ഞാൻ പറഞ്ഞത്. ഈ നൈറ്റ് ലൈഫ് പെണ്ണുങ്ങളെ പുറത്തു പോകുന്നുണ്ട് എന്നൊക്കെ പറയും, നമ്മൾ കാണും. പുറത്തു പോകുന്നതുകൊണ്ട് ഈ മീഡിയയിലൊക്കെ നമ്മൾ കാണും. അവരെ നല്ല എക്സ്പ്ലോർ ചെയ്ത് ഒത്തിരി ആൾക്കാർ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാനുണ്ട്. പക്ഷെ ഒരു റിയൽ ലൈഫ് വരുന്നുണ്ട്, അവൻ ആ പെൺകുട്ടിയെ വേണോ എന്നുള്ളതാണ്. അത്ര ഞാൻ ചോദിച്ചു. അതായത് ആൺപിള്ളേർക്ക് ഫ്രീഡം കൂടുതലായതുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആകുന്നതെങ്കിൽ പെൺകുട്ടികൾ ഫ്രീഡം ഉള്ള പെൺകുട്ടികൾ സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കൊരു ടൈം ടേബിൾ ലൈഫ് കൂടെ ഒരു റുട്ടീൻ വേണം. ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കുന്ന ആൾക്കാർ എന്നും സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. പെൺപിള്ളേരാണോ അതിന് വേണ്ടി കഷ്ടപ്പെടുന്നു? അത് പെൺപിള്ളേർ എപ്പോഴും ഞാൻ പറഞ്ഞു, ഇവര് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഈ ഹസ്ബൻഡിന്റെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. രാവിലെ എണ്ണിക്കണേ, ഹസ്ബൻഡ് എണ്ണിച്ചിട്ട് പറയണം എണ്ണിക്കേ. ആ എഴുന്നേക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഒരു ബിസിനസ് അല്ലെ ഫിനാൻഷ്യൽ ഞാൻ പറഞ്ഞു, പൈസ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്ത് കൊണ്ടാക്കുന്ന നമ്മളിപ്പോ എണ്ണിറ്റു. ഓക്കെ, അവര് നമ്മളെക്കാൾ മുന്നേ എണ്ണിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാൻ ഞാൻ എണ്ണിട്ടിട്ടില്ല, അയാൾ കിടന്ന് ഉറങ്ങും, അതുകൊണ്ട് കട്ടിൽ തിരിച്ചിടാൻ പറ്റിയിട്ടാണ്. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഞാനും മനസ്സിലാക്കി, എനിക്കറിയത്തില്ല. നമ്മൾ ഒരാൾ നേരത്തെ എഴുന്നേക്കുവാണ്, ഇപ്പൊ ആണുങ്ങളാ നേരത്തെ എഴുന്നേക്കുന്നെങ്കിൽ അത് അങ്ങനെ പോകും. ഇനി ആണുങ്ങൾ ചില വീട്ടിൽ ഉറങ്ങും, നല്ല രീതി എനിക്കറിയാം. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഉറങ്ങുന്ന എനിക്ക് ആ ടീമിലാണ്. പക്ഷെ സ്വാഭാവികമായിട്ട് അവരുടെ വൈഫുകൾ ആ ഉത്തരവാദിത്വം എത്ര എടുക്കും. ഇപ്പം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് പലയിടത്തും ഒരു തലമുറയില് ആ കേറി വരുന്ന വരവ് നിന്ന് പോകുന്നത്. അടുത്ത തലമുറയിലേക്ക് അത് നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ അവർ കണ്ടു വളരുന്ന റുട്ടീൻ ഇതായിരിക്കണം. കാരണം പിള്ളേർ എപ്പോഴും എളുപ്പമുള്ളതേ ഫോളോ ചെയ്യും. അവർ നോക്കുമ്പോ അപ്പനും അമ്മയും രണ്ടുപേരും ഒരു റുട്ടീനും ഡിസിപ്ലിനും ഫോളോ ചെയ്യുമ്പോ അവരും അതിലേക്ക് വരും. ഓക്കെ, അവര് നോക്കുമ്പോ ഒരാൾ അധ്വാനിക്കുന്ന ഒരാൾ കിടന്നുറങ്ങാൻ അവന് ഞാനും കിടന്നുറങ്ങാം എന്ന ആറ്റിറ്റ്യൂഡ് അവർക്ക് കിട്ടിക്കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി അവർ സ്ലോ ഡൗൺ ആവും. അവർക്കൊരു അഗ്രസീവ് സക്സസ്ഫുൾ എന്ന ലൈഫിനെ കുറിച്ച് ചിന്തിച്ച് ഓടാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. അതിനകത്ത് ആൺപിള്ളേരെ സംബന്ധിച്ച് എനിക്ക് കണ്ടിട്ടുള്ള കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഉത്തരവാദിത്വം തുടങ്ങുന്നത് 9 ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചോദ്യം എപ്പോഴും ജനറൽ മെജോറിറ്റി. ഇപ്പൊ നമ്മൾ കല്യാണ ആലോചനയുടെ വെബ്സൈറ്റിലേക്ക് പോവാ. ഓക്കെ, എത്ര പെണ്ണുങ്ങൾ ഇപ്പൊ 50,000 രൂപ ശമ്പളം, ഇപ്പൊ എനിക്കറിയാവുന്ന കേസുണ്ട്, പുള്ളിക്കാർക്ക് ഒരു 50,000 രൂപ ശമ്പളം കാണും. നോക്കുന്ന സ്കെയില് 10, 15, 20 ലക്ഷമുള്ള സ്കെയിലിലേക്കാണ് നോക്കുന്നത് ആണിന്. അപ്പൊ അവിടെ ആർക്ക് ആക്ച്വലി സ്ട്രഗിൾ കൂടുതൽ?
50,000 ഉള്ള പെങ്കൊച്ചിനെ കല്യാണാലോചിക്കാൻ കിട്ടണമെങ്കിൽ അവന് 10-20 ലക്ഷം വേണമെന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അവൻ എന്തോരം പണ്ടാറടങ്ങി പണി എടുത്താ ഇച്ചിരിയെങ്കിലും ആവറേജ് ഉള്ള ഒരു പെൺകുട്ടിയെ കിട്ടും. പക്ഷെ ആണുങ്ങൾക്ക് ഞാൻ നോക്കിയിട്ട് അവർക്കുള്ള ഒരു ഗുണം മീൻസ് അവര് പെണ്ണുങ്ങൾക്ക് പൈസ ഉണ്ടോ അല്ലെ അവര് ജോലി കാശുണ്ടാക്കണമെന്നോ അങ്ങനെയൊന്നും ഉള്ള വളരെ കുറച്ച് ആണുങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ. കൂടുതൽ ആണുങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു തുണ പെണ്ണുങ്ങളാണ് ആഗ്രഹിക്കുന്നത്. പെണ്ണുങ്ങളാണ് ആ കാര്യത്തിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന. ഭർത്താവ് ഭയങ്കര കാശുകാരനായിരിക്കണം, ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളത്. ഒരു പണിയെടുക്കാൻ അതെങ്ങനെ ഒരു പണിയെടുക്കാതെ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്ന അതിനുള്ളൊരു മറുപടി വരാം. അതായത് ഈയിടെ ഒരു വലിയൊരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു ഭർത്താവും ഭാര്യയും കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് ഭാര്യ പറയാ, അയാൾ ഒരു 8 മണിക്കൂറെ പണിയെടുക്കുന്നുള്ളൂ, ഞാൻ 24 hours വർക്കിംഗ് ആണ്, എങ്ങനെ ഞാൻ ഭാര്യയാണ് അമ്മയാണ്, എനിക്ക് ഈ പണി എല്ലാം ചെയ്യണം. ഓക്കെ, പുള്ളിക്കാരി ഒരു ടൈം ടേബിൾ പോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾ എത്ര മണിക്ക് എണ്ണിക്കും, നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങും, ഓക്കെ, ഇതിനിടയിൽ എത്ര മണിക്കൂർ ഇന്ന് സീരീസ് കാണും, എത്ര മണിക്കൂർ ഭക്ഷണം കഴിക്കും, ഇത് മൊത്തം ലിസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചപ്പോ എത്ര മണിക്കൂർ ശരിക്കും പണിയെടുക്കും. ആകെ 3.5 മണിക്കൂറായി ഉള്ളായിരുന്നു അവരുടെ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതേ അവസരം മറ്റേ ആള് വെറും ഒരു നോർമൽ ജോലിക്ക് പോയി വരുന്ന മനുഷ്യനാ, എന്നാൽ പോലും 8 മണിക്കൂർ അയാൾക്ക് കണ്ടിന്യൂസ് ജോലിയാ. അതൊരു ആവറേജ് ലൈഫാണ്, നോർമൽ ലൈഫാണ്. സക്സസ്ഫുൾ എന്ന് പറഞ്ഞതിന്റെ പുറകെ നടക്കുന്നതിനെ സംബന്ധിച്ച് അതല്ല. അതിന് പുറമോട്ട് അവന് 8 മണിക്കൂർ ഒരു ഡേ ഇല്ല, 10, 12, 15 അങ്ങനെയാണ് അവന്റെ ഷെഡ്യൂൾ തന്നെ പോവാ. അപ്പോഴും ഇവര് പറയുന്നുണ്ടാ ഞങ്ങൾ 24 hours വർക്കിംഗ് ആണ്. അത് ശരിക്കും ഇപ്പൊ അവര് തന്നെ ഇരുന്ന് നോക്കണം, ഞാൻ എപ്പോ ഉറങ്ങി എപ്പോ എണ്ണീറ്റു, ഇതിനിടയിൽ എന്റർടൈൻമെന്റിന് വേണ്ടി എത്ര ടൈമും, അങ്ങനെ 24 മണിക്കൂറിൽ ഇത് മുഴുവൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര മണിക്കൂർ പണി എടുത്തു എന്നുള്ളത്. ഇത് ഹൗസ് വൈഫിന്റെ മാത്രം കാര്യമല്ലേ? അയ്യോ, ജോലിക്ക് പോകുന്നവരെ എടുക്കുന്നേ കമ്പയർ ചെയ്യും. അവര് 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, ഇവര് 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അവര് പറയുന്ന ആർഗ്യുമെന്റ് എന്താ, എനിക്ക് 35,000 ശമ്പളം, തനിക്ക് 75,000 ശമ്പളം, വീട്ടിലെ മുഴുവൻ തന്റെ പഠിക്കും. ഓക്കെ, എന്റേത് വെച്ച് ഞാൻ എനിക്ക് തോന്നിയതൊക്കെ ചെയ്യും, തന്റേത് വെച്ച് താൻ കുടുംബം മുഴുവൻ റൺ ചെയ്യും. എല്ലാരും അങ്ങനെയല്ലല്ലോ, എല്ലാരും അങ്ങനെയല്ല. അല്ല, കുറച്ചുപേരുണ്ട് റൂംമേറ്റ്സിനെ പോലെ എക്സാക്ട്ലി ഹാഫ് എടുക്കുന്ന വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ പോലും കോമഡി എന്ന് പറയുന്ന ആ ഫാമിലി ലൈഫിൽ ഇപ്പോഴും സ്ട്രഗിൾ ആക്കാം. ആ പറഞ്ഞ സ്റ്റോറിയിൽ വാസ്റ്റ് മെജോറിറ്റിയിൽ കെട്ടിയവന്റെ പെടലിക്ക് ആ ചെലവ് മുഴുവൻ 2 പേര് ജോലി ചെയ്യുന്ന നടത്തും. മെജോറിറ്റി ഓഫ് കേസസ് 1-2 കേസസിൽ ഇപ്പൊ ഭാര്യയ്ക്ക് 5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാകും, ഭർത്താവിന് 1 ഉണ്ടാവുള്ളൂ. അവിടെ ചിലപ്പോൾ ഭാര്യയുടെ ശമ്പളം വെച്ചായിരിക്കും കവർ ചെയ്ത് പോകുന്നു, അല്ലാന്ന് പറയുന്നില്ല. അവിടെ പ്രോപ്പർ എക്സ്ക്യൂസ് അവർ പറയുന്നത്, ക്രിസ്ത്യാനികളാണെങ്കിൽ പറയുന്നത് ആണാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഫാദർ ഷുഡ് പ്രൊവൈഡ് എന്ന് പറയും. അത് നമ്മൾ എപ്പോഴും ട്രഡീഷണൽ വാല്യൂസിലേക്ക് വരുമ്പോഴാണ്. പക്ഷെ ആ ട്രഡീഷണൽ വാല്യൂവിൽ വരുമ്പോ 2 സൈഡും ട്രഡീഷണൽ വാല്യൂസിൽ നിൽക്കണം. പക്ഷെ അതിനകത്ത് വേറെ കാര്യം കൂടി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സക്സസ് എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യരുടെ മനസ്സിലും ഉണ്ടാകുന്ന സക്സസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം പൈസ ഇല്ലാത്ത ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാളുടെ കാഴ്ചപ്പാടിൽ പൈസ ഉള്ളതാണ് സക്സസ്. ഇപ്പൊ ഫാമിലി ലൈഫിൽ വരുമ്പോൾ നല്ലൊരു ഫാമിലി ലൈഫ് കാണുമ്പോൾ അയാൾ വിചാരിക്കുന്ന അതായിരിക്കും സക്സസ്. മനസ്സിലായി? നല്ലൊരു ഫാമിലി ലൈഫായിട്ട് എനിക്കതില്ലല്ലോ, അപ്പൊ അയാളുടെ മനുഷ്യൻ ജീവിതത്തിൽ സക്സസ് ആയെന്ന് പറയും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലാണ്. കുട്ടികളില്ലാത്ത അനേകം കുട്ടികളുമായിട്ട് പോയപ്പോൾ അവർ ജോലി ചെയ്ത് സന്തോഷമായിട്ട് പോകുമ്പോൾ കാണുമ്പോൾ അവർ വിചാരിക്കും അവരാണ് സക്സസ്. അപ്പം സക്സസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അത് വ്യത്യസ്തമായ രീതിയിലാണ് സക്സസ് അവർ മാർക്കിടുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇന്നത്തെ ജീവിത രീതിയിൽ ഈ 21st സെഞ്ചുറിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞ സക്സസ് എന്താണ്? അറ്റ്ലീസ്റ്റ് ഇപ്പൊ എല്ലാവരും പറയുന്നത് ഒരിക്കലും ശരിയാവില്ല. ശരിയെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനമായിരിക്കും, അല്ലെ അതിനോട് അടുത്ത് വരുന്ന കാര്യമായിരിക്കണം. ഇപ്പോഴത്തെ ചെലവനുസരിച്ച് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം. അപ്പൊ എന്തിനനുസരിച്ച്? ചെലവിനനുസരിച്ച്. എന്തുകൊണ്ട് ചെലവ്? നല്ല രീതി ജീവിക്കാനുള്ളത് കൊണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കുടില് കെട്ടി ഒരു ഷെഡ് അടിച്ച് ജീവിക്കാനാണെങ്കിൽ ചെലവൊന്നുമില്ല. ക്യാമ്പിംഗ് എന്ന് പറഞ്ഞൊരു മലയാളം കളി പോയി നിൽക്കാനാണെങ്കിൽ ചെലവൊന്നുമില്ല. സാമാന്യ രീതി കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് അവിടെ വന്നപ്പോഴും സാമാന്യ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇട്ടു. ആ ഒരു രീതിയിൽ എത്തണം. അതായത് നല്ലൊരു ആരോഗ്യമുള്ള ശരീരം, ഏത് രീതിയും ഹെൽത്ത് വെൽത്ത് ആണ് എഗ്രി ചെയ്തു. പക്ഷെ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഇടുന്ന ആ ടിയർ അവിടെ നമ്മൾ കംഫർട്ടബിൾ ആകുന്നത് കൊണ്ടാണ് ആ ടിയറിൽ നിൽക്കാന്ന് പറയുന്നത്. ഒരു സ്ട്രെസ് ഇല്ലാത്ത ഒരു ജീവിതം നയിക്കാൻ പറ്റിയെങ്കിൽ സക്സസ് ആണ്. സ്ട്രെസ് ഇല്ലാത്തത് അറിയാമോ? പല രീതിയിലും സ്ട്രെസ് ഉണ്ടെങ്കിലാണ് ഇമ്പ്രൂവ്മെന്റ് വരത്തുള്ളൂ. അല്ല, സ്ട്രെസ് ഇല്ലാത്ത ജീവിതം. അപ്പൊ സ്ട്രെസ് ആർക്കാ ശരിക്കും? ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ? ആണുങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ വരുമ്പോ സ്ട്രെസ് കൂടുതലുണ്ടാകുന്നു. ഓക്കെ, ഇപ്പൊ അത് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ജീവിത വിജയം ഏത് രീതിയിലാണെങ്കിലും, ഫൈനാൻസ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, പീസ് ആയിക്കോട്ടെ, ഇത് മണ്ണാങ്കട്ടെ ആയിക്കോട്ടെ, ഓക്കെ, ഇതിൽ ആ പീസിൽ എത്താൻ വേണ്ടിയിട്ട് പീസ് ആകുന്ന ആരാണ്? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ആണുങ്ങൾക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് പൈസ കുറെ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സ്ട്രെസ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് പെണ്ണിനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഒരു ആണിന് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല.
കാര്യം അതെ, നമ്മുടെ പാർട്ട്ണറാണ് ആ ഒരു കാര്യത്തിൽ ചെയ്യുന്നത്. നമ്മുടെ പാർട്ട്ണർ എപ്പോഴും നമുക്ക് പ്രഷർ തന്നുകൊണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഇന്ന വണ്ടി വേണം, നമുക്ക് ആ വണ്ടി വാങ്ങിക്കണം, നമുക്ക് ഇന്ന രീതി എല്ലാത്തിനും പണമല്ലേ വേണ്ടേ? അപ്പൊ ആണുങ്ങൾക്ക് പൊതുവായിട്ട് അവിടെയാണ് തെറ്റ്. അതായത് സ്ത്രീകൾക്കാണെങ്കിൽ അത് മാത്രം പോരാ. അല്ല, വ്യത്യാസം പറഞ്ഞുതരാം. കരിയർ മെയിൻറ്റെയിൻ ചെയ്യണം, കുഞ്ഞുങ്ങളെ പ്രസവിക്കണം, അവരെ വളർത്തണം, വീട് നോക്കണം, കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം, എന്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സ്ത്രീക്ക്. അത്രേ പറഞ്ഞുള്ളൂ. അതായത് ഈ പറഞ്ഞതിനകത്ത് ആദ്യത്തെ കറക്ഷൻ, ആണുങ്ങൾക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല വലുത്. ഒന്നാമത്തെ കാര്യം ആണുങ്ങളെ സംബന്ധിച്ച് എന്താണെന്നറിയും, ദൈവം രണ്ടുപേരെ ഉണ്ടാക്കിയത് വ്യത്യാസം, ആണിനെ വേറെ പെണ്ണിനെ വേറെ. ആണുങ്ങളെ സംബന്ധിച്ച് ഒരു ടൺ കണക്കിന് സ്പേം ബോഡിയിൽ ഉണ്ടാക്കിയിട്ടിട്ടാ വിട്ടേക്കുന്നത്. പെണ്ണുങ്ങൾക്ക് അങ്ങനല്ല, എണ്ണി തിട്ടപ്പെടുത്തിയ മുട്ടയേ ഉള്ളൂ. റൈറ്റ്? അവർക്ക് അവരുടെ മന്ത്ലി സൈക്കിളിൽ വിന്റർ, സമ്മർ, ഓട്ടം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ദേഷ്യമുള്ള ദിവസം, ദേഷ്യമില്ലാത്ത ദിവസം, അങ്ങനെ പല ദിവസമുണ്ട്. ആണുങ്ങൾക്ക് അതില്ല. റൈറ്റ്? അവരെന്നും റെഡിയാ. അപ്പോൾ ഒരു ആണിനെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പൊ റോഡിൽ ഇറങ്ങിയിട്ട് ഒരു ആൺപട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗത്തെ നോക്കി, അവർക്ക് സമൂഹം അതൊന്നുമില്ല. അവർക്ക് അവരുടെ ഫിസിക്കൽ കാര്യം നടക്കണം. ആണെന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി ഇതാണ്. പക്ഷേ ഇതിനെ നമ്മൾ കൾച്ചേർഡ് ആക്കി ഒരു ഭാര്യ ഒരു രീതിയിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ സൈക്കിളുകളായി വർഷാവർഷം അതിനുവേണ്ടി ഒരുപാട് അവരെ പ്രാക്ടീസ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാത്ത ദൈവം സൃഷ്ടിച്ച അങ്ങനെയാണ്. റൈറ്റ്? പെണ്ണുങ്ങളെ സൃഷ്ടിച്ച അങ്ങനല്ല. അത് നിങ്ങളുടെ അനുസരിച്ചാണ്. ഒരാളുടെ പല പെണ്ണുങ്ങളുടെ അടുത്ത് പോകുമ്പോ ആ പെണ്ണിന്റെ അടുത്ത് തന്നെ വേറെ പല ആണുങ്ങളും വന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ അത് സ്ത്രീകളെ ഈ പറയണത്, അതായത് ഇപ്പോ മുസ്ലിങ്ങൾ 4 കല്യാണം കഴിക്കുന്നു, അവർക്ക് എന്ത് സുഖം അല്ലെ എന്ന് വേണേ നമുക്ക് പറയാം. കാരണം അവരെ സംബന്ധിച്ച് ഈ പ്രശ്നമില്ല. അവർക്ക് 4-5 ഓപ്ഷനുണ്ട്. അപ്പൊ ആണുങ്ങൾക്ക് പൈസ മാത്രമാണ് വലുതെന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ആണുങ്ങളെ സംബന്ധിച്ച് എപ്പോഴും റിവാർഡിങ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് സമാധാനമാണ്. പക്ഷെ ഈ ആണുങ്ങൾക്ക് വരുന്ന സമാധാനം വരുന്നത് വെറുതെ വരൂല. അത് ഏതൊരു സൈക്കോളജിസ്റ്റോ ഏതെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഒരു 10 ബുക്കോ എടുത്ത് നിങ്ങൾ വായിക്കണം. ഇത് അവർ പഠിച്ച് ആയിരക്കണക്കിന് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പഠിച്ച് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടുകളും ഡോക്യുമെന്ററികളും കാണും. ഈ പറഞ്ഞ സൈക്യാട്രിസ്റ്റുകളെല്ലാം ആണുങ്ങൾ, ഇതിന് ഫണ്ട് ചെയ്യുന്നതെല്ലാം ആണുങ്ങൾ, ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെല്ലാം ആണുങ്ങൾ. പിന്നെ നിങ്ങളുടെ വിഷമം പറയാൻ ആണുങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾ പറയുന്നില്ലേ? യെസ് ഓർ നോ? ആണുങ്ങൾക്ക് എന്ത് ചെയ്താൽ മനസ്സിലാവുന്നില്ല. അതല്ല ചോദിച്ചത്. അതായത് പെണ്ണുങ്ങളുടെ വിഷമം പെണ്ണുങ്ങൾ പറഞ്ഞാലേ ശരിയാവുന്നില്ല നിങ്ങൾ പറയുന്നത്. അതിപ്പോ മാറ്റി പറയണം. അല്ല, മാറ്റി പറയാന്നല്ല, അത് എന്നുള്ളതാണ്. അതേതാ മറ്റേത് എന്ന് വെച്ചാൽ ആണുങ്ങളുടെ വിഷമം ആണുങ്ങൾക്കേ അറിയുള്ളൂ. അതായത് നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു പോർട്ട്ഫോളിയോ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാൽ അവര് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ എങ്ങാണ്ടുള്ള ഒരു ഗ്ലോറിഫൈഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. ആൾക്കാർ അവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, ഈ പറയുന്ന പോലെ അവരുടെ അടുത്ത് ചെല്ലുന്നു, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നു. ആ സ്ത്രീ എന്നോട് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ പോർട്ട്ഫോളിയോയ്ക്ക് ശേഷം ഒരു ഫ്രണ്ട്ലി ടോക്കിനിടെ പറഞ്ഞൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ അവരുടെ കസ്റ്റമേഴ്സ് ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യക്കാരൻ. അപ്പൊ ഞാൻ ഞെട്ടിയും പോയി, ദൈവമേ കൾച്ചറും വാല്യൂ ഒന്നും ഇല്ലയോ? പക്ഷെ ഇതിന്റെ അവർ പറയാം, വരുന്നതിൽ അവരെ ഫിസിക്കലായിട്ട് ബുദ്ധിമുട്ടിക്കാതെ വന്ന് സംസാരിച്ച് കാപ്പിയും കുടിച്ച് പോകുന്ന മണ്ടന്മാർ ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. മൊത്തം പൈസയും കൊടുക്കും. അതായത് ചൈനക്കാരോ കൊറിയക്കാരൊക്കെ ആണ് വന്ന് 5 മിനിറ്റിനുള്ളിൽ പണി കൊടുക്കും, ലാസ്റ്റ് മിനിറ്റ് വരെ പണി വെച്ചാൽ അവര് പോകുള്ളൂ. ഇത് അവര് പറഞ്ഞോ? എന്നിട്ട് അവരുടെ ഒരു ചോദ്യമുണ്ട്, ഈ വരുന്ന ആണുങ്ങൾക്ക് ഫാമിലി വാല്യൂ ഉള്ളത് കൊണ്ടാ അവരൊന്നും ചെയ്യാതെ തിരിച്ചു പോകും. എന്നിട്ട് അവരുടെ മെയിൻ ആ ക്വസ്റ്റ്യന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി മൊറാലുള്ള ആണുങ്ങൾ ഈ വിഷമം പറയാൻ വേണ്ടി ഇവിടെ വരുന്നത്. അവരെ കേൾക്കാൻ അവരുടെ വീട്ടിൽ ആളില്ലയോ എന്നുള്ളതാണ്. എത്ര നല്ലൊരു ഓൾട്ടർനേറ്റീവ് ഇന്ത്യൻസ് കണ്ടുപിടിച്ചു. അല്ല, കോമഡി നിങ്ങൾ ആലോചിച്ചു, അവരുടെ വീട്ടിൽ അവരെ കേൾക്കാൻ ആളുണ്ടെങ്കിൽ. ഇതിപ്പോ ഈ കാണുന്നതിൽ ചിലപ്പോ ആണുങ്ങള് പെണ്ണുങ്ങൾ പോയിരിക്കും. എത്ര വിഷമമുള്ള 2 ആണുങ്ങൾ ഒരുമിച്ചിരുന്ന് വിഷമം പറഞ്ഞു തീർക്ക്. എടാ എനിക്കിതോടാ വയ്യാന്ന് പറയട്ടെ. നിങ്ങൾ എത്ര പെണ്ണുങ്ങൾ ഇരുന്ന് വിഷമം പറഞ്ഞു തീർക്കുന്ന കണ്ടിട്ടുണ്ട്? മിക്കവാറും ഇതുങ്ങൾ ഇരുന്ന് എന്താ പറയാ, ആ കൂട്ടത്തിൽ നിന്ന് എണ്ണിട്ട് പോയ ഒരാളുടെ കുറ്റം ഇത് അല്ല എങ്കിൽ അവിടെ എങ്ങോ ആ ഏരിയയിലില്ലാത്ത ആളെ കുറിച്ചുള്ള കുറ്റം, അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഉള്ളതിനെ കുറിച്ചുള്ള പൊങ്ങച്ചം. ഒരാളൊരു പൊങ്ങച്ചം പറയുന്നു, മറ്റേ വേറെ പൊങ്ങച്ചം പറയുന്നു. ഇതല്ലാതെ വിഷമം ഷെയറിംഗ് ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇതാണ് ആ കോമഡി എന്ന് പറയുന്നത്. വെച്ചാൽ റിയാലിറ്റി എന്തുകൊണ്ട് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നറിയില്ല. പക്ഷെ ആ പുള്ളിക്കാരെ സംബന്ധിച്ച് അവരുടെ വരുമാനത്തിന്റെ ഒരു വലിയ സ്രോതസ് ഇതാണ്. അപ്പൊ അവര് പറഞ്ഞൊരു ഫാക്ടറാണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, അത് വീട്ടിലോട്ട് വരേണ്ട പണമാണ്. ഇത്രയും ഡോളർ കൊടുത്ത് ആണുങ്ങൾ പുറത്തു പോയി അവരുടെ സങ്കടം വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയോ. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെ നല്ല ശമ്പളമുള്ള ഫാമിലിയെ നല്ല രീതിയിൽ നോക്കുന്ന ആളുകളാണ്.
അപ്പം നേരത്തെ ആ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രഷറും സ്ട്രഗിളും സക്സസ്ഫുൾ ആകാൻ? അപ്പൊ ആണുങ്ങളും സക്സസ്ഫുൾ ആയിട്ടുള്ളവരുണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. പക്ഷേ ടോട്ടൽ നമ്പർ നമ്മൾ എടുക്കുമ്പോൾ ആരാ കൂടുതൽ? ഇപ്പോ ഇവര് സ്ത്രീകൾ സാധാരണ പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ അടക്കി ഒതുക്കി ഇരുത്തുന്നു, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാ. പക്ഷേ ചിലപ്പോ ഒരു 50 വർഷം മുമ്പ് ഇത് ട്രൂ ആയിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പല പിള്ളേർ ഇപ്പൊ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് ഇപ്പൊ വെളിരാജ്യത്ത് പോയി പഠിക്കുന്നത്. UK, US, കാനഡ, ന്യൂസിലൻഡ്. സത്യം പറഞ്ഞാൽ അത് കണക്കെടുത്ത് നോക്കിയ സ്റ്റാറ്റ്സിൽ നിങ്ങൾക്ക് അത് ക്ലീനാ. അല്ലെങ്കിൽ ഒരു IELTS സെന്ററിൽ പോയി നോക്കുക, ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ അവിടെ പഠിക്കാൻ കൂടിയിരിക്കുന്നത് നോക്കിയാൽ മതി. റൈറ്റ്. അപ്പൊ അവർക്ക് ഇന്നുള്ള ഓപ്ഷൻസ് കൂടുതലാണ്, പണ്ടത്തെ പോലെ അല്ല. എന്നാൽ പോലും എന്തുകൊണ്ട് ഇവർ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്സ് ആർ ഡിഫറെന്റ്. ഇപ്പൊ ആമ്പിള്ളേർ പോകുന്നത് എഞ്ചിനീയറിംഗിന് പോകുന്ന ആൾക്കാരുണ്ട്, ബിസിനസ് മാനേജ്മെന്റിന് പോകുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ അവര് നോക്കുന്ന ആ ജോലിയിലേക്ക് എത്താനുള്ള കോഴ്സിന്റെ എണ്ണം കൂടുതൽ. ഇപ്പൊ കാനഡയിൽ നിന്ന് നമ്മൾ കുറെ പേരെ കണ്ടു, അവര് വന്നു പഠിക്കുന്നു. ആൺപിള്ളേര് പഠിച്ച സബ്ജക്ട് വേറെ, പെൺപിള്ളേര് പഠിച്ച സബ്ജക്ട് വേറെ. ആട് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന കമ്പാരിറ്റീവ്ലി പഠിച്ചെടുക്കാൻ എളുപ്പവും പെട്ടെന്നൊരു ജോലി കിട്ടാനുള്ള സാധനങ്ങൾ പഠിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പെണ്ണുങ്ങൾ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു കോഴ്സ്. ഇപ്പൊ സ്ത്രീകളുടെ ഇപ്പം പുതിയ ജനറേഷൻ വന്നപ്പോൾ സ്ത്രീകളുടെ സക്സസ് എന്നുള്ള തോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് കല്യാണം വേണ്ട, കാരണം കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതം ആണ് എന്നുള്ള സക്സസ് ആണ് എന്നുള്ളത് മാറ്റി പഴയ തലമുറയുടെ മാറ്റിയിട്ട് ഇപ്പത്തെ അവരുടെ തിങ്കിങ്, അതായത് ഇപ്പത്തെ പുതിയ ആമ്പിള്ളേർക്കൊന്നും പെൺപിള്ളേരെ കിട്ടാനില്ല. അങ്ങനല്ല, നല്ല പെണ്ണുങ്ങളെ കിട്ടാനില്ല. അവർ റെഡിയല്ല മാരേജ് ചെയ്യാൻ. അവരുടെ കരിയറും അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളിലോട്ട് സഞ്ചരിക്കാനും അവരുടെ ഫ്രീഡമാണ് മെയിൻ അവര് മുന്നിൽ വെച്ചേക്കുന്ന കാര്യം. അതിന് പുറകിലാണ് ഇപ്പൊ അവർ അല്ല, ആ ഫ്രീഡത്തിന് ഈയിടെ ഒരു ഒരു സ്ത്രീ എന്തോ ഒരു സൈക്കാട്രിസ്റ്റ് പുള്ളിക്കാരി ഈയിടെ പറയായിരുന്നു, ഈ പറയുന്ന പോലെ സ്ത്രീകളാണ് വീട്ടില് ഈ പറയുന്ന പോലെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, സ്ത്രീകളാണ് വീട്ടില് എന്താ പറയണ്ടേ ഷഡ്ഡി വരെ കഴുകി കൊടുക്കുന്നത്, ആണുങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഇവര് മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ജനിച്ച് വളർന്നവരാ. നമ്മുടെ കഴിഞ്ഞ തലമുറ മൊത്തം മിഡിൽ ഈസ്റ്റിലാണ്. എത്ര പേര് ഭാര്യമാർ അവിടെ ഉണ്ടായിരുന്നു? അവര് 10, 20, 30 വർഷം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഷഡ്ഡിടാതെ അല്ലല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കാം. ഒരാള് ഫുൾ ജോലി ചെയ്ത് കൊണ്ടുവരുമ്പോ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റോളാണ് അവിടെ ഉള്ളത്. ഇനി ഇതേ വ്യക്തി വേറൊരു രാജ്യത്ത് കിടന്നാണ് ഉരുകി തീരുന്നതെങ്കിൽ ഇവർക്ക് ആ സപ്പോർട്ടിങ് റോൾ ഇല്ലല്ലോ. അയാൾ അവിടെ എന്തായാലും ഉരുകണമല്ലോ. റൈറ്റ്. അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാരും ഒന്നിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് ആ പ്രശ്നമില്ല, ആർഗ്യുമെന്റ് വെക്കാം. എന്നാ പോലും ഇത് മറന്നു പോകുന്നത് കുറെ പേരുടെ ജീവിതമാണ്. കഴിഞ്ഞ 20-30 വർഷത്തിനിടയിൽ ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെ പറയണേ, നാട്ടില് മക്കളെ വളർത്തി വലുതാക്കുന്നുണ്ട് അമ്മമാര്. അതൊന്നും വലിയ കാര്യമില്ല. കോമഡി എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ജോലി ചെയ്ത് ഇതിനകത്ത് വീഡിയോ കാണുന്നില്ല എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. രാവിലെ 4 മണിക്ക് എണ്ണിട്ട് നിങ്ങൾ ആരെങ്കിലും ലേബർ സൈറ്റിൽ ലേബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, സൈറ്റിൽ എഞ്ചിനീയർ ആയിരുന്നു. 4 മണിയാകുമ്പോൾ എല്ലാത്തിനെയും കൂടെ ഇടിച്ചു കയറ്റി ബസ്സിൽ കയറ്റും. AC കീസി പൂസി ഒന്നും ഇല്ലാത്ത ബസ്സാ. 1200 ദിർഹംസ് അവർക്ക് ശമ്പളം. താമസം ദുബൈയിലാണെങ്കിൽ സോനാപൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ലേബർ ക്യാമ്പുകളിലാണ്. ഒരു റൂമിൽ 12 പേര്. ഇതിലാ 20 വർഷം അവർ ജീവിക്കുന്നത്, ചിലപ്പോൾ 30-40 വർഷം. ആ 20,000 രൂപ കൊണ്ട് എന്തൊക്കെ തികയും? അതുകൊണ്ട് തന്നെ അവിടെ കഴിക്കാന്ന് എന്തോന്ന് വെച്ചാൽ ഏറ്റവും മിനിമൽ കോസ്റ്റ് കിട്ടുന്നത് മെസ്സിന്ന് കഴിച്ച് മുഴുവൻ നാട്ടി അയച്ചാൽ അവർ ജീവിക്കുന്നത്. അപ്പൊ വേണേ പറയാം അവൻ ദുബായിൽ സ്വർണം വാരുക, അവനെന്താ ജീവിച്ച? അല്ല, ലേബേഴ്സ് പോകുന്ന വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളാ സൈറ്റിൽ നമ്മൾ റെയിലാണ് ഇവര് വന്ന് ഇറങ്ങി. അവരെ ഓരോ ജനലെ തൂക്കിയിട്ട പോലെയാണ് അവരവിടെ കിടക്കുന്നത്. അതായത് കംപ്ലീറ്റ് ഓഫാണ് വൈകിട്ട് ആകുമ്പോഴത്തേക്ക്. അവർക്ക് വയ്യ അത്രയും. അല്ല, അടുത്ത ദിവസം രാവിലെ അവർ ഇതേ ടൈമിന് ടൈം സ്റ്റാമ്പ് അടിച്ച് കയറണം, എന്നാലേ ശമ്പളം കിട്ടും. അപ്പം ഈ നാട്ടിൽ കുട്ടികളെ നോക്കുന്നതാണോ അതോ 20, 30, 40 വർഷം അവിടെ കിടന്ന് കംപ്ലീറ്റ്ലി ഒരു ചിരിയില്ല? ഇവിടെ കുട്ടികളെ നോക്കി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി, ക്ഷീണമില്ല. കുട്ടികളെ നോക്കി, പക്ഷെ അതിനിടെ സിനിമ കാണാൻ പറ്റി, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകാൻ പറ്റി, എല്ലാ പ്രിവിലേജും ഉണ്ട്. അവിടെ അവന് ഒരു കിണ്ടിയില്ല. ഒരു ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരുന്ന ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടാ. അങ്ങനെ നിൽക്കുന്ന ആയമാരായിട്ട് നിൽക്കുന്ന സ്ത്രീകളാ. എണ്ണം നോക്ക്, എത്ര പേരുണ്ട് എണ്ണം നോക്ക്. നാട്ടിൽ നിന്ന് അതാണ് ഈ പറഞ്ഞത്. അവർക്കുണ്ട് ഈ അതായത് അവരും അങ്ങനെ അതിന്റെ ആർഗ്യുമെന്റ്, അതായത് 100 പേരെ 100 ആണുങ്ങളെ 100 പെണ്ണുങ്ങളെ എടുക്കുമ്പോൾ പെർസെന്റൈൽ നമ്മൾ നോക്കുമ്പോൾ എത്ര പെർസെന്റേജ്, അതായത് ഇപ്പൊ മിഡിൽ ഈസ്റ്റിലുള്ള എത്ര പെർസെന്റേജ് ആണുങ്ങൾ ഇതേപോലെ നിൽക്കുന്നുണ്ടെന്നും എത്ര പെർസെന്റേജ് പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് നോക്കുക. ഈ പറഞ്ഞ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്നു അവരും പണിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെയാ. മറ്റവൻ അവിടെ ഒരു എന്റർടൈൻമെന്റ് പോയിട്ട് നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാനില്ലാതെയാണ് അവിടെ നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഒരു കല്യാണം, അല്ലെ ഒരു ഓണം, ഒരു ക്രിസ്മസ്, ഇതിന് ഡ്രസ്സ് വാങ്ങാൻ, കല്യാണം, ഭക്ഷണം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആ പ്രിവിലേജ് കാണുന്നില്ല. ആ വ്യക്തി അവിടെ നിൽക്കുന്നുണ്ടാ ഇവർക്ക് ഈ പ്രിവിലേജ് ഉണ്ടോന്ന്. പക്ഷെ അതൊക്കെ അത് കഴിഞ്ഞ തലമുറ. അതുകൊണ്ടാണ് ചോദിച്ചത് ഈ തലമുറയിൽ എഗൈൻ ഐ റിപ്പീറ്റ്,
ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ സക്സസ്ഫുൾ ആകാൻ, സക്സസ് എന്നുള്ളത് ഏത് അർത്ഥത്തിൽ വേണേ എടുത്തോ, ഫൈനാൻസ് ഇല്ലാതെ ഒരർത്ഥവും ഇല്ല. നമ്മുടെ ഇതനുസരിച്ച് ആണുങ്ങൾ എല്ലാത്തിനും മേൽക്കോയ്മ എടുക്കുന്നത് കൊണ്ട് ആണുങ്ങൾക്കാണ് കൂടുതൽ. നമ്മുടെ രാജ്യം വിടും, ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റേറ്റ് വിടും, ഭയങ്കര മോഡേൺ ഹൈഫൈ ആയിട്ട് നടക്കുന്ന ബോംബെയോ ഡൽഹിയോ ഇനി അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രിയിലുള്ള നമ്മുടെ പിള്ളേരെ എടുക്കും. എവിടെ ആണെങ്കിലും ആണുങ്ങൾക്കാണ് കൂടുതൽ. അല്ല, ഞാൻ അതിനുള്ള എക്സാമ്പിൾ നേരത്തെ ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ പോലെ കല്യാണപ്രായം എത്തുമ്പോൾ ഈ വേണ്ട ചെലവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പെണ്ണുങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കറിയാമായിരുന്നു. ഞാൻ കെട്ടില്ല, കെട്ടിയ കുട്ടികൾ ഉണ്ടാവില്ല, അവരുടെ ചെലവെടുക്കാൻ പറ്റില്ല, കെട്ടിയ ഈക്വൽ ആയിട്ട് എല്ലാം ഉണ്ടാക്കും എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അറിയാം, റൈറ്റ്? പക്ഷെ അവസാനമായപ്പോ മനസ്സിലായി മാർക്കറ്റിൽ അവരുടെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുക പ്രായം കയറി തുടങ്ങിയപ്പോ. പിന്നീട് കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പോ എന്താ ശരിക്കും വാല്യൂ ഇടിഞ്ഞു. 28 ആയപ്പോഴേ ഇടിഞ്ഞു. എന്ന് വെച്ചാൽ കൊള്ളാവുന്ന പെമ്പിള്ളേര് കിളുന്ന പെമ്പിള്ളേരുണ്ട്, റൈറ്റ്? അവര് 30 ആണെങ്കിൽ 24, 25 ഉള്ളതിനല്ലേ അതിൽ താഴെയുള്ള പെമ്പിള്ളേരെ കിട്ടും. അപ്പൊ 27, 28, 29 ഉള്ളതിന് അവർക്ക് വേണ്ട, കാരണം അവർ ഓൾറെഡി സക്സസ്ഫുൾ ആണ്. ഇനി ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നവരും ഡേറ്റിങ്ങിന് പോകുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മെജോറിറ്റി ഓഫ് അവര് പോകുന്നത് ആരുടെ കൂടെ? ചെറിയ ശമ്പളമുള്ള സ്ട്രഗിൾ ചെയ്യുന്നവരുടെ കൂടെ അല്ല, അന്നേരവും ചിലപ്പോ കെട്ടി പിള്ളേരും ഉള്ള അല്ലെങ്കിൽ ഹൈഫൈ ആയിട്ട് ജീവിക്കുന്ന ഏതൊരുത്തിന്റെ കൂടെയാ. അപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നവരും അവിടെ നോക്കുന്നത് അവരിൽ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുത്തന്റെ പാലയെ തൂങ്ങി നടക്കാൻ. അല്ല, ഇത്രയും കാലത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മെയിൽ ഫീമെയിൽ മൈൻഡ് സെറ്റിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ മെയിൽ ആണെങ്കിൽ അവർക്ക് ഫാമിലി ഫുള്ള് പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മൊത്തം ഫാമിലി ഫുള്ള് കൊടുത്ത് ഫാമിലിക്ക് ഫുള്ള് ചെലവഴിച്ചാലും പുള്ളി ഹാപ്പിയാണ്. കാരണം ഫാമിലി മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ആ മൈൻഡ് സെറ്റ് എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഫീമെയിൽസിനില്ല. അവർക്ക് അവരുണ്ടാക്കിയാൽ അല്ലെ അവരുടെ കഷ്ടപ്പാട് അവർക്ക് സ്വന്തമായിട്ട് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതായിട്ട് തോന്നും. അതുകൊണ്ടായിരിക്കും ഈ ആർഗ്യുമെന്റ് ഇങ്ങനെ വരുന്നത്, തമ്മിലുള്ള ക്ലാഷ്. അല്ല, അതല്ലല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ച് അവരുടെ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. കാരണം ഒരു ഡിഫറെന്റ് ഹ്യൂമൻ ബീങ് ആണ്, ഒരു ഡിഫറെന്റ് സെഗ്മെന്റ് ആണ്, അല്ലെ? സ്ത്രീകൾ എന്ന് പറയുന്നത് വേറൊരു കാഴ്ചപ്പാട്, ആണുങ്ങളെ പോലൊരു കാഴ്ചപ്പാടല്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഈ രണ്ട് കാഴ്ചപ്പാടുള്ള ആൾക്കാർ ഇന്നത്തെ ഈ ഒരു സമൂഹം രണ്ടുപേർക്കും കോമൺ, ആർക്കും ഒരു ഫേവർ ഒന്നും ചെയ്യുന്നില്ല. ആണായതുകൊണ്ട് നിനക്ക് ജോലി തരാം, അല്ലെ പെണ്ണായതുകൊണ്ട് നിനക്ക് ജോലി തരാന്നൊന്നുമില്ല. ഈയിടെ നമ്മൾ കേട്ടു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെന്റിന് അത്രയും മാർഗം ആമ്പിള്ളേരൊക്കെ നിൽക്കുമ്പോൾ അതിലും കുറവുള്ള പെമ്പിള്ളേരെ അവർ പ്ലേസ്മെന്റ് വിളിച്ചേക്കുന്നു. എന്നാൽ പോലും അതൊക്കെ മാറ്റി നിർത്തി നമുക്ക് കുറെ എല്ലാവർക്കും ഏതാണ്ടൊക്കെ ഈക്വലാ, കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ എടുക്കാന്ന് വേണേൽ നമുക്ക് പറയാം. എന്നിട്ടാ ചോദിക്കുന്നത് ശരിക്കും ആർക്കാ ബുദ്ധിമുട്ട്? കാരണം ഇപ്പൊ ഒരു ആണിനെ സംബന്ധിച്ച് അവൻ പഠിച്ചിറങ്ങിയേച്ച് ആ കുടുംബത്തിൽ ഇപ്പൊ ഒരു പെങ്ങളുണ്ടെങ്കിൽ ആ പെങ്ങളെ കെട്ടിച്ചേച്ചാ മിക്കവാറും ഉള്ളവന്മാര് അവന്മാരുടെ കല്യാണം അവന്മാരുടെ ജീവിതം ചിന്തിക്കുന്നത് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. എത്രയോ വർഷം നിന്ന് ജോലി ചെയ്ത് അവസാനം പെങ്ങളെ കെട്ടിച്ച് എല്ലാ ബാധ്യതകളും ആ ഫാമിലിയെ തീർത്ത് ഒരപ്പന്റെ സ്ഥാനത്ത് നിന്ന് അവസാനമാണ് അവരുടെ ജീവിതം നോക്കി പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ കഴിഞ്ഞ തലമുറയിലും ആൾക്കാരുണ്ട്. ബാക്കി എല്ലാ ബ്രദേഴ്സിന്റെയും സിസ്റ്റത്തിന്റെയും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം സ്വന്തം കാര്യം ചിന്തിച്ചു പോയ ആൾക്കാരുണ്ട്. അവരെടുക്കുന്ന ലെവൽ ഓഫ് സാക്രിഫൈസാ. എത്ര പെണ്ണുങ്ങളുണ്ട്? ഇല്ലാന്നല്ല, 1-2 പേര് അവിടെ ഇവിടെ ഒക്കെ കാണും. പക്ഷെ മെജോറിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു വീട്ടിൽ മൊത്തം പെൺകുട്ടികളാണെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ ആ റെസ്പോൺസിബിലിറ്റി എടുക്കും. അതിനിടയിൽ ഒരു ആണുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി. അതാണ് സക്സസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഇപ്പൊ ആശുപത്രി പോകണമെങ്കിലും സ്കൂളിൽ പോകണമെങ്കിലും എന്തിനാണെങ്കിലും ഏതാണ്ട് ഫ്രീ ആയിട്ട് വെള്ളം പോലും കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് പൈസ കൊടുത്തില്ലെങ്കിൽ. പക്ഷെ ആ സ്റ്റേജിലേക്ക്, അതായത് കംപ്ലീറ്റ്ലി എനിക്ക് എന്റെ കുടുംബത്തെ എന്റെ ചുറ്റുവട്ടത്തെ നന്നായി നോക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് സക്സസ് ചിന്തിക്കുന്നതെങ്കിൽ ഇത് ഇന്ന് ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ എളുപ്പം? സോഷ്യൽ മീഡിയ അതൊക്കെ വെച്ച് നോക്കിയാൽ പെൺകുട്ടികൾക്കാണ് എളുപ്പം. വ്യൂസ് ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ആണ് വരുന്നത്. എന്റർടൈൻ ചെയ്യുന്ന ആണുങ്ങൾ കുറച്ചേ ഉള്ളൂ, വേറെ ഒരുപാട് പേരും സ്ത്രീകളാണ്. അപ്പം ആ ഒരു സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ഇന്ന് സ്ത്രീകൾക്ക് ഓപ്ഷൻസ് കൂടുതലാണ് സക്സസ്ഫുൾ ആവാൻ. അല്ലാന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ സക്സസ് ആണെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ലൈവിൽ വന്നിരുന്ന് കുറെ നേരം എന്തൊക്കെയോ സംസാരിച്ചാൽ മതി, അതിന്റെ വ്യൂസ് എല്ലാം നോക്കും. ഭയങ്കര ഇതാണ്. അപ്പം ഫെയർ എമൗണ്ടിൽ നമുക്ക് ഏതാണ്ടൊക്കെ ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ ഏതാണ്ട് ഒരു ജയന്റ് ഈക്വലൈസർ ആണ്. പണ്ട് ആണുങ്ങൾക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് മുഴുവൻ തൂത്തുവാരിയിട്ട് ഇന്ന് അത് പെണ്ണുങ്ങൾക്കും ഉണ്ട്. അപ്പൊ മെയിനായിട്ട് അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ബിസിനസ് ഇൻ ഇന്ത്യ എടുക്കുന്നുണ്ട് പെണ്ണുങ്ങളായിരിക്കണം. അല്ല എങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ പറയാം, എത്ര കാലം എവിടെ കുഴലിട്ടാലും നിവരില്ല എന്ന്. അടുത്ത 10 വർഷത്തിൽ അല്ലാതെ അവർ പ്രൂവ് ചെയ്താൽ എഗ്രി, ഓക്കെ, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴാണ് കിട്ടുന്നത്, ഒരു ഗ്രാൻഡ് ഈക്വലൈസർ ആയിട്ടുള്ളത്, അവരത് ഈക്വലൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം.